യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിൽ അന്വേഷണത്തിനായി സിബിഐ സംഘം പെരിയയിലെത്തി. കൊലപാതകം നടന്ന സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ച സിബിഐ സംഘം കൃത്യം പുനരാവിഷ്കരിച്ചു. This news brought to you by Aiva Silks, Kasaragod, Kaningad, Mangalore. CBI തിരുവനന്തപുരം യൂണിറ്റിന്റെ ചുമതലയുള്ള സുകുമാരൻ നായരാണ് CBI സംഘത്തലവൻ. കൊലപാതകം നടന്ന സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ച സംഘം കൃത്യം പുനരാവിഷ്കരിച്ചു. ഇന്ന് രാവിലെയോടുകൂടിയാണ് CBI സംഘം പെരിയയിലെത്തിയത്. തുടർന്ന് കൊലപാതകം നടന്ന സ്ഥലത്തെത്തി. ആദ്യഘട്ടത്തിൽ ശരത് ലാലിന്റെ അമ്മാവനിൽ നിന്ന് CBI സംഘം മൊഴിയെടുത്തു. ഇതിന് പിന്നാലെയാണ് കൊലപാതക രംഗം പുനരാവിഷ്കരിച്ചത്. അല്ല, അവര് സ്ത്രീകൾ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരത്തിനെ കണ്ടിട്ട് കരഞ്ഞായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പൊ അവര് കരയുന്ന കേട്ടിട്ട് ഞാൻ ഓടി വന്നായിരുന്നു. ഇവിടെ കിടന്നില്ല. ഇല്ല, ഞാൻ ഓടി വരുന്നുണ്ട്. കൃപേഷ് പറഞ്ഞ നീ കണ്ടില്ല? നീ വന്നപ്പോ ഇവിടെ കിടക്കുന്നുണ്ട്. എങ്ങനെ രാത്രി ഇതുണ്ടായിരുന്നു? അന്ന് വെളിച്ചം ചെറിയ ലൈറ്റ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരു കളറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ശരി, അത് ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടുന്ന് വന്നിട്ട് ഇവിടെ നോക്കിയാ പെട്ടെന്ന് പിള്ളേർ തുള്ളി അതിൽ എനിക്ക് മുമ്പിൽ കടന്നുകൊണ്ട് ഞാൻ ബാക്കിലാണുണ്ടായത്. മനസ്സിലായി? അവർ കടന്നിട്ട് ഓടി ഇവരെ വന്നിട്ട് ഇതെന്റെ ആട്ടാൻ തന്നെ അവിടെ. അപ്പൊ എങ്ങനെ കമ്മന്ന് കിടക്കായിരുന്നു? ബൈക്കിലെത്തുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും അക്രമി സംഘം അടിച്ച് വീഴ്ത്തുന്നതാണ് CBI വീണ്ടും അവതരിപ്പിച്ചത്. പെരിയയിലെ മറ്റിടങ്ങളിലും CBI സംഘം പരിശോധന നടത്തും. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളിൽ നിന്ന് മൊഴിയെടുക്കുവാനും CBI തീരുമാനിച്ചിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധി സുപ്രീം കോടതി അംഗീകരിച്ചത് ഡിസംബർ 1-നാണ്. 2019 ഫെബ്രുവരി 17-നാണ് കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനടക്കം 14 പ്രതികളാണ് ഈ കേസിലുള്ളത്. കൊലപാതകവുമായി CPMലെ ചില പ്രമുഖ നേതാക്കൾക്ക് ബന്ധമുണ്ടെന്നും ഇത് സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചതോടെ ഇതിനെ എതിർത്ത് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയെങ്കിലും കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് അനുകൂലമായാണ് വിധിയുണ്ടായത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുൻപ് CBI സംഘം കല്യോട്ടെത്തി പ്രാഥമികാന്വേഷണം നടത്തുകയും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി വിധി കൂടി വന്നതോടെയാണ് CBI സംഘം പെരിയയിലെത്തുകയും കൃത്യം പുനരാവിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തി അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN.